സൈക്ലിംഗ് ആരോഗ്യത്തിന് വളരെ പ്രയോജനകരമാണെന്ന് നമുക്കേവർക്കും അറിയാം. ചെറുപ്രായത്തിൽ സൈക്ലിംഗ് പഠിക്കാൻ കഴിയാത്തവർക്ക് ചില സംശയങ്ങൾ ഉണ്ടാവാം. എന്നാൽ 15 വയസ്സ് മുതൽ പ്രായമുള്ള വനിതകൾക്ക് ഊർജം പകർന്നുകൊണ്ട് അനായാസം സൈക്ലിംഗ് പഠിപ്പിച്ചെടുത്ത ഷീ സൈക്ലിംഗിലെ വനിതകളാണ് കൊച്ചിൻ കാർണിവലിന്റെ പ്രചരണാർത്ഥം നടത്തിയ സൈക്ലിംഗ് റാലിയിൽ പങ്കെടുത്തത്. റാലിയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം കൊച്ചിൻ കാർണിവൽ ജനറൽ കൺവീനർ ഹിദായത്ത് നിർവഹിച്ചു. സ്ത്രീകളെല്ലാവരും ഞങ്ങളുടെ ഷീ സൈക്ലിംഗ് എന്ന് പറയും. ഷീ സൈക്ലിംഗ് ഞാനും പ്രകാശ് സാറും കൂടി ചെയ്യുന്ന ഒരു വോളണ്ടിയർ വർക്കാണ്. ഇതിലൂടെ പഠിച്ച സ്ത്രീകളാണ് ഇവരെല്ലാവരും. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അകത്തിരിക്കുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരിക, നല്ല ഹാപ്പി മൈൻഡിലാക്കുക, സ്ത്രീകളുടെ ഇൻഡിപെൻഡൻസ് അതാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. പല സ്ത്രീകളും സൈക്ലിംഗ് പഠിക്കാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. ചിലർക്ക് വീണു പരിക്കേൽക്കുമെന്ന ഭയമാണെങ്കിൽ മറ്റു ചിലർക്ക് സമൂഹത്തിൽ നിന്നുമുള്ള പിന്തുണയില്ലായ്മയാവാം. എന്നാൽ ആ കാരണങ്ങളെല്ലാം ഷീ സൈക്ലിംഗിന് പിന്നിൽ ഇരിപ്പിടം കൈവരിച്ചുവെന്ന് വേണം പറയാൻ. 2022 ഒക്ടോബറിലാണ് 15 മുതൽ 75 വയസ്സ് വരെ പ്രായമുള്ള വനിതകൾക്കായി ഷീ സൈക്ലിംഗ് നാഷണൽ കോർഡിനേറ്റർ സീനത്ത് എംഎയും ഇൻഡസ് സൈക്കിൾ എംബസിയുടെ സീനിയർ നാഷണൽ കോർഡിനേറ്ററുമായ പ്രകാശും ചേർന്ന് ഷീ സൈക്ലിംഗിന് തുടക്കം കുറിച്ചത്. ഒരു 45-നും 65-നും വയസ്സുള്ള വീട്ടമ്മമാരാണ്. സാധാരണ സൈക്കിൾ ചവിട്ടാനുള്ള ആഗ്രഹം മനസ്സിൽ കുഞ്ഞുനാളിലെ കൊണ്ട് നടന്നിട്ട് ഇതുവരെ നടക്കാൻ പറ്റാത്ത സ്ത്രീകളാണ്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലും പഠിപ്പിച്ചിട്ടുണ്ട്, കരിപ്പാലത്ത്, വയനാട്, കോഴിക്കോട്, പിറവം, കാശ്മീർ, ലഡാക്ക്, അങ്ങനെ ഒരു 16ഓളം സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനും സീനത്തും കൂടെ വോളണ്ടറി ആയിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം 710ഓളം പേരെ ഇതുവരെ പഠിപ്പിച്ചിട്ടുണ്ട്. സൈക്കിൾ എന്നുള്ളൊരു കല അഭ്യസിക്കുക മാത്രമല്ല, ഒരു സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ഒരു വാഹനമാണ് സൈക്കിള്. പഠിപ്പിച്ചതിൽ 60% പേര് സൈക്കിൾ അവരുടെ ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ആ സന്തോഷമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിലൂടെ ഊർജം കണ്ടെത്തി മുൻനിരയിലേക്കെത്തിയ സ്ത്രീകളാണ് കൊച്ചിൻ കാർണിവലിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സൈക്കിൾ റാലിയിൽ പങ്കെടുത്തത്. ഷീ സൈക്ലിംഗ് സീനിയർ നാഷണൽ കോർഡിനേറ്റർ സീനത്ത് എംഎ നയിച്ച റാലി കൊച്ചിൻ കാർണിവൽ ജനറൽ കൺവീനർ ഹിദായത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു. കൊച്ചിൻ കാർണിവൽ ജനറൽ സെക്രട്ടറി സോമൻ മേനോൻ, വൈസ് പ്രസിഡന്റ് നദീർ, ജോയിന്റ് സെക്രട്ടറി ഭവൻ സിംഗ്, മുൻ തിരുവനന്തപുരം ബൈസൈക്കിൾ മേയർ പ്രകാശ് ബി ഗോപിനാഥ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സാരി അല്ലാതെ വേറൊന്നും ഉപയോഗിക്കില്ല. ഞാനിപ്പോൾ ചുരിദാർ ഇടും, സൈക്കിളെ ഒട്ടും, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ വരും, ഒരു 7:30 മണിയാകുമ്പോൾ പോവും. ഹാപ്പി. ആദ്യം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. സൈക്കിളിന്റെ സ്റ്റെപ്പ് എന്താണെന്നും എങ്ങനെ ചവിട്ടുന്ന ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് ചവിട്ടാൻ പറ്റില്ലെന്നാ. പക്ഷെ എൻ്റെ ആശാൻ പ്രകാശ് സാറ് എന്നെ എങ്ങനെയും പരിശ്രമിച്ച് ഒരാഴ്ച കൊണ്ട് സൈക്കിൾ ചവിട്ടി പഠിപ്പിച്ച് അതിപ്പോൾ എനിക്ക് വളരെ ഗുണമായിട്ടിരുന്നു. ചെറുപ്പം മുതൽ സൈക്കിൾ ചവിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒന്നും സാധിച്ചില്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ സാറിൻ്റെയും സീനത്തിൻ്റെയും സഹായം കൊണ്ട് പെട്ടെന്ന് എൻ്റെ സൈക്കിൾ ഓടിക്കാൻ പറ്റി. പുറത്ത് എവിടെ പോകാനും ഇപ്പോൾ സൈക്കിളിലാണ് പോണത്. എല്ലാ ദിവസവും സൈക്കിളിൽ കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടിയ ആത്മവിശ്വാസവും എനിക്ക് കിട്ടിയ മനസ്സമാധാനവും ഭയങ്കര മെന്റലി ഡൗൺ ആയിട്ടുള്ള ഞാൻ. ഇപ്പൊ എനിക്ക് നല്ല കൂളിംഗ് ആയിട്ടുള്ള മൈൻഡ് കിട്ടാൻ സൈക്കിൾ ഓട്ടി കഴിയുമ്പോൾ റിലാക്സ് ആണ് ഭയങ്കരമായിട്ട്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, സന്തോഷിക്കുന്നു. ഇത്രയും ഓപ്പൺ പ്ലേസിൽ വന്ന് ഇത്രയും സന്തോഷകരമായിട്ടൊരു പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എത്ര സന്തോഷം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കല ഫിനാൻസ്, പള്ളിയർക്കാവ് റോഡ്, പാലസ് റോഡ്, മട്ടാഞ്ചേരി. എത്രയും വേഗത്തിൽ സ്വർണ്ണപ്പണയത്തിന്മേൽ പണം തരുന്ന സ്ഥാപനം. കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ തുക. വേറെ ചാർജുകളൊന്നും ഈടാക്കുന്നതല്ല. കല ഫിനാൻസ്, പള്ളിയർക്കാവ് റോഡ്, പാലസ് റോഡ്, മട്ടാഞ്ചേരി.